കേരളത്തിൽ PMശ്രീ പദ്ധതി മരവിപ്പിച്ചു എന്ന് കേന്ദ്രത്തെ LDF സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് വി ശിവൻകുട്ടി. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടന്നപ്പോഴാണ് മുൻ സംസ്ഥാന സർക്കാർ PMശ്രീയെ മരവിപ്പിച്ചത്. എന്നാൽ UDF ആടിനെ പട്ടിയാക്കുകയാണ്. തുടർന്യായങ്ങൾ പറഞ്ഞ് PMശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തുന്നത്. കേരളത്തിൽ ലഭിച്ച 92 കോടി കിട്ടിയത് PMശ്രീ ഫണ്ട് അല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ധാരണാപത്രം ഒപ്പിട്ട ആദ്യഘട്ടത്തിന് ശേഷം BJP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നിർദ്ദേശങ്ങളടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയെ നേരിട്ടും വകുപ്പ് സെക്രട്ടറി രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട്. ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ തൊടുന്യായങ്ങൾ പറഞ്ഞ് PMശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ UDF സർക്കാർ ശ്രമിക്കുകയാണ്. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, എന്താണ് മുൻമന്ത്രി പറയുന്നത്? അജിംസ്, മുൻ മന്ത്രി പറയുന്നത് കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് PMശ്രീയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കമ്മിറ്റ്മെന്റും കേന്ദ്രവുമായി അവസാനിപ്പിച്ചു എന്നുള്ളൊരു വാദമാണ് മുൻ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി പറയുന്നത്. ഇപ്പോഴുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. PMശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കരാർ കഴിഞ്ഞ സർക്കാർ മരവിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത് തുടർന്നായിരുന്നു. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലടക്കം BJP കാവ്യവൽക്കരണ അജണ്ടകൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ ഇതിൽ നിന്ന് പിന്മാറിയതെന്നും ഇപ്പോഴുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊടുന്യായങ്ങൾ പറഞ്ഞ് PMശ്രീയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെന്നുള്ള ഒരു വാദമാണ് വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കഴിഞ്ഞ സമയത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് പ്രശ്നം എന്നൊക്കെ തരത്തിൽ വി ശിവൻകുട്ടി ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് PMശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കത്തി നിന്നപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമടക്കം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പരാമർശം താൻ നടത്തിയിട്ടില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രശ്നങ്ങൾ ഇടതുമുന്നണിക്കും CPM-നും ബോധ്യപ്പെട്ട സമയത്താണ് ഇതിൽ നിന്ന് പിന്നോട്ട് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നണിയുമായും പാർട്ടിയുമായും ഒക്കെ ആലോചിച്ച് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടതുമുന്നണി തീരുമാനിക്കുന്നതെന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നത് 92 കോടി രൂപ PMശ്രീയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഓൾറെഡി തന്നെ കൈപ്പറ്റി എന്നുള്ളൊരു വാദം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഈ വാദം കൂടി വി ശിവൻകുട്ടി നിഷേധിക്കുകയാണ്. ഈ 92 കോടി രൂപ PMശ്രീയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ കരാറുമായി എന്തെങ്കിലും കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വാങ്ങിയതല്ല. അത് SSK ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടാണ്. അത് സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിന്റെയും നിയമപോരാട്ടത്തിന്റെയും കൂടി ഭാഗമായി ലഭിച്ച ഫണ്ടാണ്. അത് PMശ്രീയുമായി കൂട്ടിയോജിക്കുന്നത് ശരിയല്ല എന്നും കൂടിയുള്ള വാദം കൂടി വി ശിവൻകുട്ടി പറയുന്നു. അത് ഏതായാലും ഈ PMശ്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ നടപ്പാക്കി മരവിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് തങ്ങൾ നേതൃത്വം നൽകും, ഇടതുമുന്നണി നേതൃത്വം നൽകും എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. അജിംസ്.